നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള നിർണായക ചർച്ചകൾക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ജില്ലാ നേതൃത്വങ്ങൾ സമർപ്പിച്ച പ്രാഥമിക പട്ടിക സെക്രട്ടേറിയറ്റ് വിശദമായി പരിശോധിക്കും. ഒന്നിലേറെ പേരുകൾ വന്നതും തർക്കമുള്ളതുമായ സീറ്റുകളിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാകും. വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കണമെന്നും ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയുടെ സ്ഥാനാർത്ഥിൽ ഉൾപ്പെടെ നിർണായക തീരുമാനങ്ങളുണ്ടാകും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, KK ശൈലജയുടെ കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ കാര്യമായി നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിലും തീരുമാനത്തിലേക്ക് വരണം. ശൈലജയുടെ പേര് ലിസ്റ്റിലില്ല, അത് പ്രധാനമാണ്. പക്ഷേ തീരുമാനമുണ്ടാകും. കാരണം ഇല്ലെങ്കിൽ വലിയ ചർച്ചയ്ക്ക് പാത്രമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? ജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയായിരിക്കണം സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ടത് എന്ന ഒരു പൊതു വിലയിരുത്തലാണ് CPMന്റെ സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. ജില്ലാ ഘടകങ്ങൾക്കും അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷമാണ് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ചേർന്ന് അത്തരത്തിൽ ഒരു പട്ടിക തയ്യാറാക്കി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത്. ആ പട്ടികയിന്മേലായിരിക്കും സംസ്ഥാന നേതൃത്വം ഇന്ന് വിശദമായ ചർച്ച നടത്തുക. അതിൽ തന്നെ പ്രധാനമായി KK ശൈലജയ്ക്ക് പട്ടികയിൽ നിന്ന് KK ശൈലജ ഒഴിവായതിൽ ഒരു വിഭാഗം കടുത്ത അമർഷത്തിലാണ്. ആ കാര്യം സംസ്ഥാന നേതൃത്വം വിശദമായി തന്നെ ചർച്ച ചെയ്യും. അതോടൊപ്പം ടേം വ്യവസ്ഥയിൽ മാറ്റം വരുത്തണം, ഇളവ് അനുവദിക്കണം. കാരണം നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ടേം വ്യവസ്ഥയ്ക്കല്ല പരിഗണന നൽകേണ്ടത്, ജയസാധ്യതയ്ക്ക് മാത്രമാകണം എന്ന ഒരു പൊതു വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആരൊക്കെ KK ശൈലജ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെയെങ്കിൽ അനുകൂലമായൊരു തീരുമാനം വരുമോ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് എന്നതാണ് ഇനി അറിയാനുള്ളത്. 5 തവണ മത്സരിച്ച ശൈലജയ്ക്ക് ഇനി മത്സരിക്കാൻ അവസരം നൽകേണ്ടതില്ല എന്നൊരു പൊതു വിലയിരുത്തലായിരുന്നു ജില്ലയിൽ നിന്ന് സമർപ്പിച്ച പട്ടികയിൽ കഴിഞ്ഞ ദിവസം ഇടം പിടിച്ചത്. അതുകൊണ്ടാണ് KK ശൈലജ ഒഴിവാക്കപ്പെട്ടേക്കുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വം ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് നിർണായകമായിട്ടുള്ളത്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ചേരുന്നത്. അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകാനായി അടുത്ത ആഴ്ചയായിരിക്കും സംസ്ഥാന സമിതി യോഗം ചേരുക. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.